കണ്ണൂർ പാലത്തായിയിൽ ബിജെപി നേതാവായ അധ്യാപകൻ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കണ്ണൂർ പാലത്തായിയിൽ 4ാം ക്ലാസ്സുകാരിയെ ബിജെപി നേതാവായ അധ്യാപകൻ കുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കുഞ്ഞു മനസ്സിൽ വെളിച്ചം പകരേണ്ടയാളാണ് അധ്യാപകൻ. അറിവിന്റെ മാർഗദീപമായി മാറി നിൽക്കേണ്ടയാൾ. ആ അധ്യാപകൻ സ്വന്തം വിദ്യാലയത്തിലെ കുട്ടിയോട്, വെറും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുഞ്ഞിനോട്, അതും സ്കൂളിൽ വെച്ച് ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്ന വാർത്ത കേരളത്തെ ചെറുതായി ഒന്നുമല്ല പിടിച്ചുലച്ചത്. കേരളത്തിന്റെ വാർത്താ നേരങ്ങളിൽ പാലത്തായി കേസ് എങ്ങനെയാണ് നമ്മുടെ ആകുലതകളുടെ ഗതിവേഗം കൂട്ടിയതെന്നറിയാൻ ആ കേസിന്റെ നാൾവഴിയിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടി വരും. 2020 ജനുവരി ഫെബ്രുവരി കാലയളവിലാണ് സംഭവം നടന്നത്. അധ്യാപകനും ബിജെപി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പത്മരാജൻ എന്ന പപ്പൻ അതേ സ്കൂളിലെ വിദ്യാർത്ഥിയായ പാലത്തായിലെ 4ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. 2020 മാർച്ച് 16 ഡിവൈഎസ്പി കെ.വി. വേണുഗോപാലിന് ഇത് സംബന്ധിച്ച് പരാതി ലഭിക്കുന്നു. പരാതിയിന്മേൽ മാർച്ച് 17 പാനൂർ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ആദ്യ അന്വേഷണം നടത്തിയത് പാനൂർ SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം. അറസ്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായ പ്രതി ഒളിവിൽ പോകുന്നു. RSS കേന്ദ്രമായ പുലിയൂർ വിളങ്ങോട്ടൂരിലെ ഒളിയിടത്തിൽ നിന്ന് ഏപ്രിൽ 15 പകൽ 3 മണിയോടെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 90 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ പ്രതിക്ക് പിന്നീട് കോടതി ജാമ്യം നൽകി. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം റദ്ദാക്കിയില്ല. പാലത്തായി പീഡനക്കേസിൽ പ്രതി പത്മരാജന് ജാമ്യം അനുവദിച്ച പോക്സോ കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജി തള്ളി. പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് ഇതിന്റെ പേരിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും വർഗീയ പ്രചാരണങ്ങൾക്കുമായിരുന്നു. അറസ്റ്റ് വൈകിയെന്ന പ്രചോരണവുമായി SDPIയും മുസ്ലിം ലീഗും കേരളത്തിന്റെ സമരാന്തരീക്ഷത്തെ വർഗീയതയുടെ തീ കൊളുത്താൻ ആവുന്നത്ര ശ്രമിച്ചു. മണ്ഡലം MLAയും വനിതാ ശിശുക്ഷേമ മന്ത്രിയുമായ ശൈലജ ടീച്ചർ കുട്ടിയെ കാണാൻ വൈകി എന്നതായിരുന്നു ഇതേ സംഘടനകൾ പിന്നീട് ഉയർത്തിയ ആരോപണം. എന്നാൽ തുടക്കം മുതൽ ഈ കേസിൽ കൃത്യമായി നിലപാടെടുക്കുകയും ജാഗ്രതയോടെ നിൽക്കുകയും ചെയ്ത ശൈലജ ടീച്ചറുടെ ഇടപെടലായിരുന്നു ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളെയെല്ലാം അടച്ച് പോലീസ് അന്വേഷണം ഏറ്റവും കാര്യക്ഷമമായതും ടീച്ചറിന്റെയും സർക്കാരിന്റെയും ശക്തമായ നിലപാട് കൊണ്ട് തന്നെയായിരുന്നു. ടീച്ചർ ആദ്യം മുതലേ പോലീസ് അന്വേഷണം വേഗത്തിലാക്കാൻ ഇടപെട്ടു. എന്നാൽ ഏത് കേസിലെയും എന്ന പോലെ ഈ കേസിലും മൊഴികളും സാക്ഷികളും പ്രധാനമായിരുന്നു. കുട്ടിയുടെ പരസ്പര വിരുദ്ധമായ മൊഴി അന്വേഷണ സംഘത്തെ ആദ്യഘട്ടത്തിൽ കുരുക്കി. പെൺകുട്ടിയുടെ മാതാവിന്റെ ആവശ്യത്തെ തുടർന്ന് 2020 ഏപ്രിലിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സയന്റിഫിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെയായിരുന്നു അന്വേഷണം. 2020 ജൂലൈ 23 തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻ പോക്സോ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. പബ്ലിക് പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ നൽകിയ ഹർജിയിലായിരുന്നു നടപടി. വനിതാ IPS ഓഫീസറെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി കുട്ടിയുടെ മൊഴിയെടുക്കുന്നതാണ് ഉചിതമെന്ന് പ്രോസിക്യൂട്ടർ നിർദ്ദേശിച്ചു. IG S ശ്രീജിത്ത്, മലപ്പുറം ക്രൈംബ്രാഞ്ച് SP KV സന്തോഷ് കുമാർ, നർക്കോട്ടിക് സെൽ ASP രേഷ്മ രമേശ് ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ച് തലശ്ശേരി കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം നൽകിയ ശേഷം പോക്സോ പ്രകാരമുള്ള വിശദമായ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. കണ്ണൂർ പാലത്തായിയിൽ ബിജെപി നേതാവായ അധ്യാപകൻ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കണ്ണൂർ നാർക്കോട്ടിക്സ് ബ്യൂറോ SP രേഷ്മ രമേശും സംഘവും കുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തു. വനിതാ ഉദ്യോഗസ്ഥരും കൌൺസിലിംഗ് സംഘവും അടങ്ങുന്ന പ്രത്യേക ടീമാണ് കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. വനിതാ ASP 4 ദിവസം പെൺകുട്ടിയോടൊപ്പം ചിലവഴിച്ച് തെളിവുകൾ ശേഖരിച്ചു. സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളും രേഖകളും എടുത്തു. ഇതിനിടെ IG S ശ്രീജിത്തിന്റെ ഫോൺ സംഭാഷണം വിവാദമായതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പുതിയ സംഘത്തെ നിയോഗിച്ചു. പാലത്തായി പീഡനക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. IG S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റിയാണ് പുതിയ നിയമനം. ഏറ്റവും ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരം കോസ്റ്റൽ ADGP EJ ജയരാജൻ, DYSP രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പാലത്തായി കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കിയത്. പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചിരുന്നു. സ്കൂളിലെ ശുചിമുറിയിൽ നിന്നും പൊളിച്ചെടുത്ത ടൈൽസിൽ രക്തക്കറയുള്ളതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. പീഡനത്തിനിടയിൽ രക്തസ്രാവം ഉണ്ടായെന്ന് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അവധി ദിവസം സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയും പ്രവൃത്തി ദിവസം ശുചിമുറിയിൽ വെച്ചുമായിരുന്നു ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചത്. പുറത്തു പറഞ്ഞാൽ മാതാവിനെ അടക്കം കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി. പീഡന വിവരം പെൺകുട്ടി കൂട്ടുകാരികളോട് പറഞ്ഞുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരികളായ വിദ്യാർത്ഥിനികൾ
വസ്തുക്കളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. നിർണായകമായ ഫോറൻസിക് റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെയാണ് അന്വേഷണ സംഘം 2021 മെയ് മാസം അവസാനം കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിച്ചത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും സർക്കാരുമാണ് ഇരയായ ഒരു പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നതിന് ഇത്രയും വിപുലമായ നിലയിൽ അന്വേഷണം നടത്തിയത്. കുട്ടിയുടെ അമ്മയുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും അഭിപ്രായം പരിഗണിച്ചും കോടതി നിർദ്ദേശം മാനിച്ചും അന്വേഷണ സംഘത്തെ തന്നെ പലവട്ടം മാറ്റി. ഒടുവിൽ എല്ലാവിധ തെളിവുകളും കോടതിയിൽ കൃത്യമായി എത്തിച്ചു. പോലീസും സർക്കാരും കാണിച്ച ശുഷ്കാന്തിയായിരുന്നു ഈ കേസിൽ പ്രതിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത തരത്തിൽ അന്വേഷണം ഊർജിതമാക്കിയത്. സർക്കാരിനെയും CPIM-നെയും കരിവാരി തേക്കുവാൻ മാധ്യമങ്ങളും UDF-ഉം SDPI-യും കൊണ്ടുപിടിച്ച് ശ്രമിച്ചു. P. ജയരാജന്റെ ഫോട്ടോയോടൊപ്പം പ്രതിയുടെ തല വെട്ടിച്ചേർത്ത് വെച്ച് വ്യാജ ചിത്രം വരെ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ എല്ലാ കള്ളപ്രചരണങ്ങളെയും തുറന്നു കാട്ടിക്കൊടുത്തുകൊണ്ടായിരുന്നു CPIM ഇതിനെയെല്ലാം നേരിട്ടത്.